ചില സമയത്ത് എൻ്റെ ചില മണ്ടത്തരങ്ങൾ കൊണ്ട് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടാറുണ്ട്. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടാന്ന് തോന്നും, പക്ഷേ അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു കാര്യം ചെയ്യുന്നെങ്കിലും ഒരു 100 പ്രാവശ്യമെങ്കിലും നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കാതെ എടുത്തു ചാടിയ ഒരു യാത്രയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. കാറിലൊക്കെ പോകാൻ പറ്റുമായിരുന്നു, അത് വേണ്ട ബസ്സിൽ പോകുന്ന ഞാൻ തന്നെ പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന്. പക്ഷേ ആ എൻ്റർടൈൻമെൻറ്റ് കുറച്ച് കൂടിപ്പോയി, ഇരുന്നിരുന്ന മനുഷ്യൻ്റെ നടു ഒടിഞ്ഞു. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതാ കാണുന്നൊരു കാഴ്ച ഇതാണ്, ഈ ഉച്ചവെയിലത്ത് ഈ മനുഷ്യന്മാർ ഇരുന്ന് ക്രിക്കറ്റ് കളിക്കുകയാണ്. അവർക്ക് വെള്ളിയാഴ്ചകളാണ് ലീവ്, ആ ദിവസം അവർക്ക് ഓണാണ്, അവർ ആർമദിക്കും. അങ്ങനെ 2:30 മണിക്ക് ഇറങ്ങി നമ്മൾ 6 മണിയോട് കൂടി ഡ്രാഗൺ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും നേരത്തെ യാത്രയുടെ മടുപ്പ് മറ്റേതാ ഇവിടുത്തെ കാഴ്ചകളാണ്. ആഭരണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആവശ്യം പോലെ വാങ്ങിച്ചുകൊണ്ട് പോകും, അതുപോലെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർക്ക് ആവശ്യം പോലെ പുട്ടിയടിക്കാനുള്ള മേക്കപ്പ് സെറ്റും ഇവിടെ കിട്ടും. പിന്നെ മിനിയേച്ചർ കാർഡുകളുണ്ട്, ചെടിയും വടിയും പൂവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആവശ്യം പോലെ വാങ്ങിച്ചുകൊണ്ട് പോകാം. പല കടകളിലും ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്കതിൽ വിഷമമുണ്ട്, പക്ഷേ എൻ്റെ നേരിൽ കാണുന്ന എനിക്കതിൽ സന്തോഷമുണ്ട്. നമ്മൾ ഗേറ്റ് നമ്പർ 8 കൂടെയാണ് കയറിയത്. ഇനി നമുക്ക് എല്ലാ ഗേറ്റ് നമ്പറിലും കയറി ഇറങ്ങണം, അതുപോലെ തന്നെ മിക്ക കടകളിലും കയറി ഇറങ്ങണം. എന്നിട്ട് വില ചോദിക്കണം, അതൊക്കെ ഒരു മനസ്സുകൊണ്ട്. നമ്മളിവിടെ വില ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാം മേലെ എഴുതി ഒട്ടിച്ചിരിക്കും. ജസ്റ്റ് നോക്കിയിട്ട് ഇറങ്ങി പോന്നാൽ മതി. പിന്നെ കാഴ്ചകൾ കണ്ട് നമ്മൾ പിന്നെയും നടന്നു. പിന്നെ ഇവിടെ എന്താ നറുക്കെടുപ്പൊക്കെ നടക്കുന്നുണ്ട്, ഇതാ അവിടെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്, ഇത് ബാക്കിയുള്ള ആർക്കാണോ അവർക്ക് കിട്ടും. പിന്നെ അതൊക്കെ കണ്ട് പിന്നെയും നമ്മൾ കുറേ നടന്നു. ഈ മേൽക്കൂര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ചൈനയുടെ എന്തോ മോഡലാണ്, എന്തോ പേര് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു തുണിക്കടയിൽ കയറി. ഇവിടെ പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ ഡിസ്പ്ലേ ഭയങ്കര കളറായിട്ടാണ് കയറിയത് കേട്ടോ. അടിപൊളി, നല്ല സെലക്ഷനുള്ള കടയാണ്. പക്ഷെ നമുക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇഷ്ടപ്പെടാത്തതല്ല, നമുക്ക് ഇട്ട ഒരു മെന ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി നമ്മളിങ്ങനെ നടന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിങ്ങനെ ഉടക്കിയതൊരു ചുവന്ന ഗൗണിലാണ് കേട്ടോ. ആ ഗൗൺ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ അതിട്ടാൽ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഒരു ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങിപ്പോന്നു. നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് പുറത്തിറങ്ങി. നമ്മൾ ഇനി നിന്ന് അവർക്കൊരു പ്രതീക്ഷയാണ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ എത്തിയത് ഈ ഒരു ഭാഗത്തേക്കാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രം ചെറിയൊരു ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. കുട്ടികളെ നോക്കാനും ആൾക്കാരുണ്ട്, കുട്ടികൾ ഇവിടെ ഏൽപ്പിച്ചിട്ട് പർച്ചേസിങ്ങിന് പോകുന്ന അച്ഛനമ്മമാരും ഉണ്ട്. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ പിന്നെയും നടന്നു. കാണാൻ ഇനിയും കാഴ്ചകൾ ബാക്കിയാണ്.